കഴിഞ്ഞ എൻ്റെ തിരുവനന്തപുരം യാത്രയിൽ ഞാൻ സഞ്ചരിച്ച ട്രെയിനാണിത്. എന്താണ് ഈ ട്രെയിൻ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ RRB അതുപോലെ തന്നെ PSC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആസാമിലെ ദിബ്രുഗഡ് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന ഈ ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത്. 4189 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ ഏകദേശം 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ആസാമിലെ ദിബ്രുഗഡിൽ തുടങ്ങി നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് എന്നിങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് മാത്രമല്ല, ലോകത്തിലെ 28ാമത്തെ ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസും ഇതുതന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് 2011-12 റെയിൽവേ ബഡ്ജറ്റിൽ വിവേക് എക്സ്പ്രസ് അനൗൺസ് ചെയ്യുന്നത്. 2013 യാത്ര ആരംഭിച്ച ഈ ട്രെയിൻ ഇന്നും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസായി നിലകൊള്ളുന്നു.